ഈ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് ഒരു വ്യക്തി മോശമായി തൊടുന്നു. മറുഭാഗത്തുള്ള ഒരു പാവം പയ്യനാണ് അത് ചെയ്യുന്നതെന്ന് കരുതി അവനെ അവൾ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കെ ആ വ്യക്തി വീണ്ടും അവളുടെ പിന്നിൽ തൊട്ടു. വളരെ ദേഷ്യം വന്നവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ പാവം പയ്യനെ ഒരുപാട് ചീത്ത പറയുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടവൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് ചെയ്ത ഒരു വ്യക്തി പോലീസിനെ കോൾ ചെയ്യുന്നു. ഈ സമയം ഇറങ്ങേണ്ട സ്റ്റേഷൻ വന്ന് ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ ആ പയ്യനും ചെന്നു. അവൻ അവളെ ഫോളോ ചെയ്യുകയാണെന്ന് കരുതി അവനെ ബ്ലോക്ക് ചെയ്ത പെൺകുട്ടി അവനെ ഇറങ്ങാൻ വിടാതെ അവനെ ആ ട്രെയിനിൽ തിരിച്ചുവിട്ടു. ശേഷം അവൾ ഹോട്ടലിലേക്ക് ചെന്നതും അവളുടെ ബോയ്ഫ്രണ്ടിനെ അവൾ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ കാണുന്നു. അവളെയും അവളുടെ ബോയ്ഫ്രണ്ട് ഇപ്പോൾ കണ്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ അവൻ ഇപ്പോൾ അവിടേക്ക് വന്ന് അവിടെ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ ബ്രേക്കപ്പ് ചെയ്യുന്നു. ദേഷ്യവും സങ്കടവും വന്ന് അവൾ പെട്ടെന്ന് എഴുന്നേറ്റതും ഒരാളുടെ ദേഹത്ത് തട്ടി അവൾ താഴെ വീണു. ഇത് കണ്ട് അവളെ സഹായിക്കുന്നതിന് പകരം അവളുടെ കാമുകൻ അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നു. നാണക്കേട് കാരണം അവൾ പതിയെ എഴുന്നേറ്റതും മറ്റൊരു പയ്യൻ അവളുടെ ദേഹത്ത് തട്ടി. കാമുകനോടുള്ള ദേഷ്യം കാരണം അവൾ ആ പയ്യനോട് നീ എന്റെ കൂടെ ഹോട്ടലിലേക്ക് വരുന്നു എന്ന് ചോദിച്ചെങ്കിലും അവൾ അവന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ അത് ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന പാവം പയ്യനാണ്. അവൾ അന്തം വിട്ട് നിൽക്കെ അവൻ അതിന് ഓക്കെ പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം കണ്ണു തുറന്ന പെൺകുട്ടി തലേന്ന് രാത്രി നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്ന് അവൻ കാണാതെ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ശേഷം അവൾ പെട്ടെന്ന് കമ്പനിയിലേക്ക് ചെന്നപ്പോഴാണ് അവൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടത്. കാരണം ആ പാവം പയ്യൻ യഥാർത്ഥത്തിൽ അവളുടെ പുതിയ ബോസാണ്.